നാടെങ്ങും തെരഞ്ഞെടുപ്പ് ചൂടേറുമ്പോൾ ഒന്ന് തണുപ്പിക്കാനായി ഒരു കൂട്ടം ചെറുപ്പക്കാർ നാട്ടിൽ സ്ഥാപിച്ച കൗതുകകരമായ ഒരു ഫ്ലക്സ് ബോർഡാണ് എറണാകുളം പിറവത്ത് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഒറ്റനോട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ആണെന്ന് തോന്നുമെങ്കിലും സംഗതി അതല്ല. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഫ്ലക്സ് ബോർഡിനെ കുറിച്ചാണ് ഇനി. നാടെങ്ങും തെരഞ്ഞെടുപ്പ് തിരക്കിലാണ്. നമ്മളുള്ളത് പിറവം നഗരസഭ ഡിവിഷൻ 23-ലാണ്. പക്ഷേ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥിയെ തേടിയിട്ടോ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഒന്നുമല്ല. പക്ഷേ കൗതുകകരമായിട്ടുള്ളൊരു ഫ്ലെക്സ് ഇത് സോഷ്യൽ മീഡിയയിൽ ആകെ ട്രെൻഡിങ് ആണ്. ഇത് ആദ്യം നമ്മൾ കാണുമ്പോൾ അതൊരു സാധാരണ ഒരു ഇലക്ഷൻ പോസ്റ്ററായിട്ടും ഫ്ലെക്സ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതങ്ങനെയല്ല. നാടിൻ്റെ നന്മയ്ക്കായി മത്സരിക്കാനില്ലെന്ന് തീരുമാനിച്ച അജിത് ഏലിയാസിന് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനൊരു ഫ്ലെക്സ് വെക്കാനുള്ള കാരണം? ഈ നാട്ടിൽ എങ്ങനെയാണ് ഈ ഫ്ലെക്സിന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അജിത്തിൻ്റെ കൂട്ടുകാരാണല്ലേ, എന്താണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ്? വളരെ കൗതുകരമായിട്ടുള്ള ഒരു ഫ്ലെക്സ് ആണല്ലോ. ആക്ച്വലി ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഒക്കെ ചൂട് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലായിടത്തും ഇതേപോലത്തെ കുറേ ഫ്ലെക്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇതിനൊക്കെ ഒന്ന് തണുപ്പിക്കാൻ ആൾക്കാർക്കൊരു ഫൺ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പുള്ളി നമ്മുടെയൊക്കെ ഒരു ബ്രദറായിട്ട് വരും, എല്ലാത്തിനും ഫ്രണ്ടിലുള്ള ആളാണ്. പുള്ളി ദുബായിലാണ്. അപ്പോൾ പുള്ളി ഞങ്ങളിതൊക്കെ ഉണ്ടാക്കി പുള്ളിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി ഇത് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയൊന്നും വൈറലാവുമെന്ന് വിചാരിച്ചില്ല. ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങോട്ട് കത്തി ഭീകരമായ റെസ്പോൺസാണ്. ആരാണ് അജിത് ഏലിയാസ്? അജിത് ഏലിയാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ തലാന്ന് വിളിക്കണേ. ഞങ്ങളുടെ ഇവിടുത്തെ ക്ലബിൻ്റെ ഞങ്ങളിത് ഈറ്റപ്പാലം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈറ്റപ്പാലത്തെ ഞങ്ങളുടെ ക്ലബിൻ്റെ തലപുള്ളിയാണ് ആക്ച്വലി. എങ്ങനെയുണ്ടായിരുന്നു അജിത്ത്? ഇത് കണ്ടായിരുന്നോ? കണ്ടപ്പോൾ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? അജിത്തേടക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ചേട്ടാ ഇതിനെ ഒരു പോസിറ്റീവ് വൈബിൽ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് ഒരേ സമയം ഞങ്ങൾ ഈ കൊച്ചുമായിട്ടും ഒരു 60 വയസ്സുള്ള മനുഷ്യരായിട്ട് കൂട്ടുള്ള മനുഷ്യരാണ്. അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആളിതൊരു ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കും. സാധാരണ ഇതാ ഞാൻ ചോദിക്കാം, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഫ്ലെക്സ് ഒരു നാട്ടിലൊക്കെ വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വാഴയുടെ ചിഹ്നമൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലെക്സിൽ വെക്കുമ്പോൾ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് അത് വിഷമാവും. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഭയങ്കര പോസിറ്റീവായിട്ട് ഭയങ്കര തമാശയായിട്ട് ആളുകൾ എടുക്കുന്നു എന്നുള്ളതാണല്ലേ? അതെ, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എവിടെയാണെങ്കിലും ബാക്കി ആരായാലും അവർക്കൊക്കെ ഇതൊരു ഫീലിങ്സ് ആവും. അതുകൊണ്ട് നമ്മൾ അജിത്തേടെ തന്നെ എടുത്തത്. പുള്ളി അങ്ങനത്തെ ഒരു ആളെ അല്ല. നമ്മൾ ഏതൊരു ഇതെടുത്താലും പുള്ളി ആ സെൻസിൽ എടുക്കുന്ന ഒരാളാണ്. അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ അതിനകത്ത് ഒരു പൊളിറ്റിക്സോ അങ്ങനെ ഒരു കളിയാക്കാനോ ഒന്നും ചെയ്തതല്ല. നാട്ടുകാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ആദ്യം ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് ആദ്യം റീല് കണ്ടപ്പോൾ പെട്ടെന്ന് സാധാരണ ഒരു ഫ്ലെക്സ് ബോർഡ് ആണ് എന്നാണ് വിചാരിച്ചത്. കുറച്ച് പേരൊക്കെ അങ്ങനെ ചോദിച്ചു, പുള്ളി ഇലക്ഷന് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഒറ്റയടിക്ക് ആൾക്കാർക്ക് അത് മനസ്സിലാകരുത്. എന്നാൽ ഒന്നുകൂടെ നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഫണ്ടുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. സൗഹൃദത്തിൻ്റെ ഭാഗമായി ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഈ സുഹൃത്തുക്കൾ ഒപ്പിച്ച ഒരു പണിയാണ്. എന്തായാലും നാട്ടുകാർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. സച്ചിൻ സജിക്കൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1 കൊച്ചി.